ഡെഞ്ചിയെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡെഞ്ചി ഒക്കെ അടിച്ചു കയറിയിട്ടുണ്ട്. പവറിന് സീൻ കുറവാണ്, പക്ഷെ എനിക്ക് പവറിൽ വലിയ താല്പര്യമില്ല. ഒത്തിരി CG കുറവായിരുന്നെങ്കിലും കളർ കയറ്റിയിട്ടുള്ളതുകൊണ്ട് ടഫുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഡീമൺ സ്ലെയർ കുറച്ചും കൂടെ ലാഗ് ആയിരുന്നു. നല്ല രീതിയിൽ പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫൈറ്റ് സീൻസ് ഉണ്ടായിരുന്നു. ഒരു ചെയിൻസോ മാൻ ഫാൻ ആണെങ്കിൽ വന്ന് കാണേണ്ട പടം തന്നെയാണ്. കുറച്ച് ലാഗ് ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. റൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഐസ് കൊള്ളായിരുന്നു. പവറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പവർ കുറച്ചേ ഉള്ളൂ, സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു. ഡിമോൺ സ്ലെയർ വെച്ച് നോക്കുമ്പോൾ രണ്ടും ഡിഫറെന്റ് ലീഗാ. ഡെഞ്ചിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഹാഫ് അത്ര ഓക്കെ ആയിരുന്നില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് കൊള്ളാം. ആക്ഷൻ എല്ലാം കൊള്ളാം. റൈറ്റ്സ് കൊള്ളാം. ഇത്തിരി ഫണ്ണി, ആദ്യമൊക്കെ ഇത്തിരി ഫണ്ണി ആയിട്ടുള്ള ഒരു ഇതിലാണ് പോകുന്നത്, പിന്നെ കൊള്ളാം. നല്ല സിനിമ. ഡെഞ്ചിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ്. ആനിമേഷൻ ഒക്കെ പക്കയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് അല്ലേ? കുഴപ്പമില്ല. ആനിമ കാണുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഇഷ്ടം. ഡിമോൺ സ്ലെയർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഡിമോൺ സ്ലെയറിന്റെ ആ ഒരു ലെവൽ വന്നില്ലെങ്കിലും റൈസയോ? റൈസയുടെ എങ്ങനെയുണ്ട്? റൈസയുടെ ആക്ച്വലി ഇതിനെ പറ്റി വലിയ ധാരണയില്ല. ഞാൻ കൂട്ടുകാരുടെ വന്നേ. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഹാഫ് ഒക്കെ? കുഴപ്പമില്ലായിരുന്നു, ബട്ട് കുറച്ച് ലാഗ് ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. ആക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ, എന്നാലും പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. നല്ല എന്റർടൈനിങ് ആയിരുന്നു. ഇനിയിപ്പം എന്താ പറയണ്ടേ, ഇപ്പോൾ ചെയിൻസോ മാൻ ഫാൻ ആണെങ്കിൽ വന്ന് കാണേണ്ട പടം തന്നെയാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തോ സ്പോയിലറായി. ഡെഞ്ചിയുടെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. പിന്നെ മാക്കി മേരെ ലാസ്റ്റ് ഒരു വരവുണ്ട്. റാസുമായിട്ടുള്ള കോമ്പിനേഷൻ നൈസ് ആയിരുന്നു. കാരണം അത് റാസ ഫൈറ്റിൽ ഒരു മെയിൻ കൂട്ടായിരുന്നു. പവർ സത്യം പറഞ്ഞാൽ പവറിന് ആ സിനിമയിൽ വലിയ ഇതില്ല. പവർ പിന്നെ ലാസ്റ്റ് ഒരു ക്യാമിയോ പോലെ ഡെഞ്ചി ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഡെഞ്ചി പൊളിച്ചടിക്കും. കാരണം ഡെഞ്ചിയെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡെഞ്ചി ഒക്കെ അടിച്ചു കയറിയിട്ടുണ്ട്. റാസുമായിട്ടുള്ള കോമ്പിനേഷൻസ് എല്ലാം പൊളിയായിരുന്നു. റാസ് പല സമയത്തും ഡെഞ്ചിയെ രക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ആ റാസ് കാരണമാണ് ഡെഞ്ചിക്ക് ആ ഫൈറ്റ് കുറെ ജയിക്കാൻ പറ്റും. ഡെഞ്ചിയൊക്കെ പൊളിച്ചടിക്കോ? നല്ല സിനിമയായിരുന്നു. നല്ല സിനിമ. റൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? അടിപൊളി പടമാണ്. ഡെഞ്ചിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡെഞ്ചിയൊക്കെ നല്ലതാണ്. എനിക്ക് ഡീമൺ സ്ലെയറിനെക്കാളും ബെറ്റർ ആയിട്ട് തോന്നിയ. റൈസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് റൈസ നല്ലതായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഡ്രാഗ് ആണോ? ലാഗിങ് ആയിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഫൈറ്റ് സീനൊക്കെ നല്ലതായിരുന്നു. ഡിമോൺ സ്ലെയർ വെച്ചിട്ട് എനിക്ക് ബെറ്റർ ആയിട്ട് പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം കാണാൻ. പവർ ഫുൾ സിനിമ ഇല്ലായിരുന്നു. പിന്നെ ഫൈനൽ ഒരു അപ്പിയറൻസ് മാത്രമേ ഉള്ളായിരുന്നു. ഫുള്ള് സിനിമ ഡെഞ്ചി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ റസയും മാക്കിമായും ഫൈനൽ അപ്പിയറൻസ് ഉള്ളായിരുന്നു. ഡെഞ്ചിന്റെ റോൾ കൊള്ളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മറ്റേ റസയായിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, എല്ലാം കൊള്ളാം. ആനിമേഷൻ നല്ല രസമായിരുന്നു. പവറിന് ചെറിയ റോളാനെ കൊണ്ടൊരു ഇതായി. ആകെ 2 സീനേ ഉള്ളൂ. അവസാനം വിഷമയോ? ഇല്ല, ബാക്കി പെണ്ണുങ്ങളുണ്ടല്ലോ, അത് മതി. റാസുമായിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെയാണ്. റാസു വന്ന് രക്ഷിക്കുന്ന സീനൊക്കെ നല്ല സീനുകളായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. വോയിസ് ആക്ടിങ് നൈസ് ആയിരുന്നു. പവറിന് സീൻ കുറവാണ്. പക്ഷെ എനിക്ക് പവറിൽ വലിയ താല്പര്യമില്ല. ഡെമോൺ സ്ലെയർ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഡീമൺ സ്ലെയർ കുറച്ചും കൂടെ ലാഗ് ആയിരുന്നു. നല്ല രീതിയിൽ പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫൈറ്റ് സീൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ലാഗ് ആക്കിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഡെഞ്ചി കുഴപ്പമില്ലായിരുന്നു. മാങ്കേനൊക്കെ തന്നെയായിരുന്നു. ആനിമേഷൻ കൊള്ളായിരുന്നു. ഒത്തിരി CG കുറവായിരുന്നെങ്കിലും കളർ കയറ്റിയിട്ടുള്ളതുകൊണ്ട് ടഫുണ്ടായിരുന്നു. റാസുമായിട്ടുള്ള ഇമോഷൻ സീൻസ് ഒക്കെ വർക്ക്ഔട്ട് ആയിരുന്നു. ക്ലൈമാക്സ് എൻഡിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എൻഡിങ് ഞാൻ മാങ്ങ വെച്ചിട്ട് വന്നതുകൊണ്ട് പ്രെഡിക്റ്റബിൾ ആയിരുന്നെങ്കിലും നല്ലപോലെ ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ പവർ വരുന്ന സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷേ ഇതില് റീസിന്റെ ട്രാൻസ്ഫോർമേഷൻ ടൈമിലാണ് ഇന്റർവെൽ കൊണ്ടുവരുന്നത്. അതൊത്തിരി അത് കറക്റ്റ് തന്നെ നടുക്കൊണ്ട് ഇന്റർവെൽ കൊണ്ടുവന്നതുകൊണ്ട് ഒരു ചെറിയ ഇതുണ്ടായിരുന്നെങ്കിലും സിനിമ കൊള്ളാം. റൈസിയായിട്ടുള്ള ഒരു ഇമോഷൻ സീൻസ് ഒക്കെ വർക്ക്ഔട്ട് ആയിരുന്നു. ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സിൽ ആ പവർ വരുന്ന സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫൈറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെഞ്ചി ഫാൻസിനൊക്കെ ഒരു ട്രിബ്യൂട്ട് ആയിരിക്കും. അതെ, ഫാൻസിനൊക്കെ ഒരു ട്രിബ്യൂട്ട് ആയിരിക്കും.